അരിപ്പൊടി ഇല്ലെങ്കിൽ, അതായത് പുട്ടുപൊടി ഇല്ലെങ്കിൽ നമുക്ക് എങ്ങനെ പുട്ട് പെട്ടെന്ന് ഉണ്ടാക്കാം എന്നുള്ളതാണ് ഞാൻ ഇന്നത്തെ വീഡിയോ കാണിക്കുന്നത്. അതിനാദ്യമേ തന്നെ നമുക്ക് വേണ്ട അരി കഴുകി അരി കഴുകാൻ കുതിർക്കാനായിട്ട് വെള്ളം ഒഴിച്ച് വെക്കും. ഒരു 6 മണിക്കൂർ കുതിർത്ത് വെക്കണം. അതിനുശേഷം അതിലെ വെള്ളം ഊറ്റിക്കളഞ്ഞ് നമ്മളൊരു സ്റ്റെയിനറിലോട്ട് അരിച്ച് വെക്കണം കേട്ടോ. അരിച്ച് വെച്ചിട്ട് ഉടനെ തന്നെ ഒരു 5 മിനിറ്റിനുള്ളിൽ തന്നെ നമ്മൾ അതിലെ അരിയെടുത്ത്, ഈ വാരാൻ വെച്ച അരിയെടുത്ത് നമ്മൾ മിക്സി പൊടിച്ചെടുക്കുക ചെയ്യുന്നത്. അപ്പം നമ്മൾ ആരും ഇനി പുട്ടുണ്ടാക്കാൻ വേണ്ടി വിഷമിക്കേണ്ട, പുട്ടുപൊടി ഇല്ല എന്നോർത്ത് ആരും വിഷമിക്കേണ്ട. നമുക്ക് പെട്ടെന്ന് തന്നെ പുട്ടുണ്ടാക്കിയെടുക്കാം കേട്ടോ. നമ്മുടെ വീട്ടിൽ എന്തായാലും ഏതെങ്കിലും തരത്തിലുള്ള റൈസിനുള്ള അരി കാണുമല്ലോ. അപ്പോൾ ആ അരി വെള്ളത്തിലിടുക, കുതിർത്ത് വെക്കുക. ഒരു 6 മണിക്കൂർ നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം കുതിർത്ത് വെക്കുക. അത് കഴിഞ്ഞ് അത് അരിപ്പയിലോട്ട് സ്റ്റെയിൻ ചെയ്തതിന് ശേഷം ഒരു 5 മിനിറ്റ് കൂടുതലൊട്ടും വെക്കരുത് കേട്ടോ. ചെറിയൊരു നനവോട് കൂടി തന്നെ അത് മിക്സിയിലോട്ടിട്ട് നമ്മൾ നന്നായിട്ട് പൊടിച്ചെടുക്കുക. പുട്ടിൻ്റെ പൊടിയുടെ പാവം നമുക്കറിയാമല്ലോ, ആ ഒരു പാകത്തിൽ പൊടിച്ചെടുക്കുക. പിന്നെ ഏത് കുട്ടികൾക്കും ഉണ്ടാക്കാൻ പറ്റും. പുട്ടിൻ്റെ പൊടി നനയ്ക്കുന്നതിലാണല്ലോ അതിൻ്റെ കാര്യം, പുട്ട് ശരിയാകുന്നതിലിരിക്കുന്നത്. അപ്പം പൊടി നനയ്ക്കുന്നതിന് എങ്ങനെയാണെന്ന് ഓർത്തൊന്നും ആരും വിഷമിക്കേണ്ട. നമ്മൾ പൊടിച്ച ആ ഒരു പുട്ടിൻ്റെ പൊടി ഒരു പാത്രത്തിലോട്ട് എടുത്ത് വെക്കുക. നമുക്ക് പിന്നെ വേറെ ഒട്ടും വെള്ളം ഒന്നും ചേർക്കണ്ട. നമ്മൾ പുട്ടിൻ്റെ പൊടിയുടെ നനവ് കറക്റ്റായിരിക്കും. അതിലോട്ട് നമുക്ക് ആവശ്യമുള്ള ഉപ്പ് ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്ക് പുട്ടുണ്ടാക്കാം. അപ്പം ആരും ഇനി വിഷമിക്കേണ്ട ആവശ്യമില്ല. പുട്ടുണ്ടാക്കാൻ പുട്ടുപൊടി വേണമെന്ന് നിർബന്ധമില്ല. അതായത് അരിപ്പുട്ടിന് പുട്ടുപൊടി വേണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. നമുക്ക് വളരെ ഈസി ആയിട്ട് നമ്മുടെ വീട്ടിലുള്ള അരി കൊണ്ട് തന്നെ നമുക്ക് പുട്ടുണ്ടാക്കിയെടുക്കാം. അപ്പം ഇനി പൊടിച്ച് വെച്ച പുട്ടിലോട്ട് ഉപ്പ് മാത്രം ഇട്ടിളക്കും. വേറെ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഒരുപാട് ഡ്രൈ ആയിപ്പോയാൽ മാത്രം കുറച്ച് വെള്ളം നനച്ച് കൊടുത്താൽ മതി കേട്ടോ. യൂഷ്വലി ഞാൻ ഉണ്ടാക്കുന്നത് എപ്പോഴും ഇങ്ങനെ തന്നെയാണ്. അപ്പോൾ ഞാൻ ഒരിക്കലും വെള്ളം ഒഴിക്കേണ്ട വരാറില്ല. കാരണം നമ്മൾ ആ വെള്ളം കറക്റ്റായിട്ട് ഒരുപാട് നേരം സ്റ്റെയിനറിൽ വെച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ അരി ഡ്രൈ ആയി പോകും. അപ്പം നമുക്ക് വെള്ളം ചേർക്കേണ്ടി വരും, പുട്ട് ശരിയാകുകയില്ല. അപ്പോൾ ഇതാകുമ്പോൾ നമുക്ക് പിന്നെ പുട്ട് നനയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല. കറക്റ്റ് പുട്ട് ഉണ്ടാക്കാനുള്ള പാത്രത്തിൽ കുറച്ച് തേങ്ങയും വെച്ച് ഈ പൊടിയും വെച്ച് നമ്മൾ സ്റ്റീം ചെയ്തെടുത്താൽ മാത്രം മതി. നമ്മുടെ പുട്ട് ഇവിടെ റെഡിയാകും. അപ്പം നല്ല പുട്ട് നമുക്ക് കിട്ടും. നല്ല ടേസ്റ്റുമാണ് ഈ പുട്ട്. നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും ചെയ്ത് നോക്കണം കേട്ടോ. ചെയ്ത് നോക്കിയിട്ട് കമൻറ്റിലൂടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുമല്ലോ അല്ലേ. അപ്പം ഇനി ആരും പുട്ടുണ്ടാക്കാൻ അറിയില്ല എന്നും പറഞ്ഞ് വിഷമിക്കുക വേണ്ട. പുട്ടിൻ്റെ പൊടി നനച്ചത് കൂടിപ്പോയി കുറഞ്ഞു പോയെന്നൊന്നും വിഷമിക്കേണ്ട. അപ്പോൾ നമുക്ക് നല്ല പുട്ട് കിട്ടിയിട്ടുണ്ട്. പുട്ടിൻ്റെ കൂടെ നല്ല ഇറച്ചിക്കറിയും ഒക്കെ കൂട്ടി നമുക്ക് കഴിക്കാം. വളരെ ടേസ്റ്റിയാണ്. നിങ്ങൾ നോക്കുക. പുട്ടിനോട് പഴമോ നമ്മൾ പലതരത്തിലുള്ള കറികൾ, വെജിറ്റബിൾ കറി, ഏത് കറി വേണമെങ്കിലും പുട്ടിന് ചേരുമല്ലോ. അപ്പം നിങ്ങൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും സാധിക്കും. ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്ന വീഡിയോ. അപ്പോൾ ഇനി വീണ്ടും വരാം കേട്ടോ. അതുവരെ ബൈ ബൈ.